ഹായ്. അപ്പം ഇത് എന്നും കാണുന്ന പോലെ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പുഴയല്ല കേട്ടോ. ഇതിപ്പോൾ കെട്ടെന്ന് പറയും. ഇതിപ്പോൾ വെള്ളം തടയണ കെട്ടി നിർത്തിയേക്കണതാണ്. പുഴയുടെ തന്നെ ഡാമിൻ്റെ തന്നെ ഒരു ഭാഗം. അപ്പോൾ അവിടെ തടയണ കെട്ടി നിർത്തി വെള്ളം ഇത്രയ്ക്കുണ്ട്. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ വെള്ളം കുറവാട്ടോ. അപ്പോൾ വെള്ളം കൂടിക്കൂടി വരണത് കാണാട്ടോ. അത് കാണിച്ചു തരാം. അപ്പോൾ പിള്ളേർ വെള്ളത്തിലിറങ്ങിയപ്പോൾ മിക്കി എന്നെ ഇറക്കി. അപ്പം മിക്കി അവളുടെ ദേഹം കുടയണതാട്ടേ കാണുന്നത് നനഞ്ഞപ്പോൾ. അങ്ങനെ മിക്കീനെ വെള്ളത്തിൽ നനച്ചിട്ട് അവൾ നനഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർ വെള്ളത്തിലിറങ്ങുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാണ്. കാരണം അവർ ഇറങ്ങുമ്പോൾ എന്താണോ അവൾക്ക് പേടിയാന്ന് തോന്നുന്നു. അപ്പോൾ അവരെ കയറ്റാൻ വേണ്ടിയിട്ട് എന്നോട് കുറേ നേരമായി എൻ്റെ അടുത്തേക്ക് വരും, പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും പോവും, അങ്ങനെ. അപ്പോൾ അവൻ ഇറങ്ങിയിട്ടുണ്ടാക്കും. അപ്പം അത് കാരണമാണ് അവൾ ഇങ്ങനെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് പോവും, അതിൻ്റെ പിന്നെ എൻ്റെ അടുത്തേക്ക് വരും. കയറ്റാൻ വേണ്ടി പറയണതാണ് ഈ കാണുന്നത്. അങ്ങനെ അവൻ കയറി പോകുന്നുണ്ട് കേട്ടോ. അവൻ കയറി പോകുമ്പോൾ അവൾ 2 പ്രാവശ്യം അങ്ങോട്ട് അപ്പുറത്ത് കടന്നു. അപ്പോൾ പിള്ളേർ പിന്നെയും പോയിട്ട് ഇപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവളിത് കടക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറ്റണില്ല, വെള്ളം കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കടക്കാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റണില്ല. അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങും, പിന്നെയും കയറി പോവും, പിന്നെയും ഇറങ്ങും, അങ്ങനെയായിട്ടാണ് നിൽക്കണേ. കണ്ട, വെള്ളത്തിൽ സ്റ്റെപ്പിട്ട് നിൽക്കുക. വെള്ളത്തിൽ ഇറങ്ങാനുള്ള പേടിയും കൊണ്ട്. എന്നാൽ വേണമെന്ന് വെച്ചാൽ അവൾ ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇപ്പം അത് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് നനയൊന്ന് വിചാരിച്ചിട്ട് അവൾ ഇറങ്ങാതെ നിൽക്കണതാണ്. കണ്ട, കുടയണത് അവൾക്ക് വെള്ളം ഇഷ്ടമല്ലേ. അപ്പോൾ അവൾ കുടച്ചിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അക്കു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഓരം പിടിച്ചിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ. അന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കയറിപ്പോയി. ഈ വെള്ളം നല്ല വെള്ളമുണ്ട്. ഒരുവിധം സ്റ്റെപ്പുമ്മേ കയറിയില്ല. ഇതാണ് അലക്കുകല്ല്. അലക്കല്ലുമൊന്നും കയറിയില്ല. അപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ട് നോക്കണ്ട. അവരുടെ ചെരുപ്പൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ട്. അപ്പം അനുമോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൾ ചെല്ലുമ്പോൾ മിക്കി പിന്നെയും ഡിസ്റ്റർബായിട്ട് നടക്കുകയാണ് അവൾ വരണ കാണുമ്പോൾ. അങ്ങനെ അവൾ വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞ്. അപ്പോഴും അവൾ വരണില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ അങ്ങോട്ട് ഇതായി പോകുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അത് കാരണം മഴയുടെ ശബ്ദങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവളവിടെ വെള്ളത്തിലിരുന്നു. അവൾ വെള്ളത്തിലിരിക്കുമ്പോഴും അവർ രണ്ടാളും വെള്ളത്തിലിരിക്കുമ്പോഴും അവൾക്ക് പേടിയാണ്. അവൾ കയറി വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ട വെള്ളം കൂടിയത്. അവൾ നേരത്തെ നിന്നോടം മുഴുവനും വെള്ളമായി, നല്ലോണം വെള്ളം കൂടിയിട്ടാണ്. അപ്പോൾ പുഴയിൽ വെള്ളം കൂടി പറഞ്ഞത് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് അവൾ വരണില്ല. അവൾക്ക് ആ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് വരാനൊരു ഇതാണ്. വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടതുകൊണ്ട് ആ ചുമരുമ്പോൾ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാനൊക്കെ നോക്കുന്നുണ്ട്. ആ വെള്ളമില്ലാത്ത ഭാഗത്തോടെ കയറി വരാനൊക്കെ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും പറ്റണില്ല അവൾക്ക്. കണ്ട, വെള്ളം കൂടിയത് നല്ല ഒഴുക്കുപോയി. ആ നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ വെള്ളത്തിലായി. അപ്പോൾ ഈ അനുമോൾ ബക്കറ്റ് വെള്ളത്തിലിട്ടിട്ട് പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അക്കു ചോദിക്കുന്നുണ്ട് പോവാനാണോ, തുണികളൊക്കെ അലക്കി വിരിച്ചിട്ടേ കേട്ടോ. അപ്പോൾ അവർ പോവാനാണോ എന്ന് ചോദിക്കുന്നത്. പോകണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം മിക്കിനിപ്പുറത്ത് കൊണ്ടുവരണ്ട, ആ തുണിയുമ്പോൾ മുഴുവനും കുടഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാവും, അത് കാരണം ഇപ്പോൾ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കണതാ. അപ്പോൾ അവൻ മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. മീനൊന്നും കുറച്ച് വെള്ളപ്പുള്ളപ്പോൾ ബക്കറ്റിൽ മീൻ കയറും. അപ്പം അങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വെള്ളമൊന്നും ബക്കറ്റിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ കണ്ട, നല്ല ഒഴുക്കവിടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ മോന്തേ മൂളി കയറി നിൽക്കുന്നുണ്ട്. വെള്ളം നനഞ്ഞതിന് ഞാൻ ചീത്ത പറഞ്ഞതിന് മൂളി കയറി നിൽക്കണതാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 വെള്ളത്തിലിരിക്കുന്നുണ്ട്. തണുത്തിട്ട് നല്ല തണുപ്പാന്നും പറഞ്ഞിട്ട് വെള്ളത്തിലിരിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്നിട്ട് കുര തന്നെയാണ് കുരയ്ക്കണത്. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. നല്ല കുര തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും. അങ്ങനെ കുറേ നേരം വെള്ളം കൂടണമുണ്ടല്ലോ. അപ്പോൾ അവൾക്കും പരിഭ്രാന്തിയായി. ഇനി എങ്ങനെ കിടക്കും എന്നുള്ളൊരു ഇതിലാന്ന് തോന്നുന്നു. അവളും കിടക്കാൻ പറ്റാത്ത മരുന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരോട് ചെരുപ്പൊക്കെ എടുത്ത് വെച്ചോ, ഇനി വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട് അവളോട് വായോ കയറി വായോ എന്നും പറഞ്ഞിട്ട്. പിന്നെ കൊണ്ടുവരാൻ പോകാത്ത എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അവൾ നടന്നു വരില്ല. കൊണ്ടുവരാൻ പോകാത്ത എന്താണെന്ന് വെച്ചാൽ തുണി മുഴുവനും കുടഞ്ഞ് വെള്ളമാവുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരാൻ പോണില്ല.
പക്ഷെ അവളോട് എന്നാലും ഞാൻ പറയുന്നുണ്ട് വായോ വായോ എന്ന്. അപ്പോൾ അവൾ വാലാട്ടി കാണിക്കുന്നുണ്ട്. നല്ല കുരയാ, കണ്ടില്ലേ? അവൾ അങ്ങോട്ട് നടക്ക് കൂടുതലും. ആ വെള്ളത്തിൽ കൂടെ അതിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ പോളെ. ഇതേ കണ്ട, മുകളിലേക്ക് കയറാനാ നോക്കണുള്ളൂ. ഇങ്ങോട്ട് വരണം എന്ന് അവൾക്കില്ല. വെള്ളത്തിൽ കൂടെ നടന്ന് വരണമെന്നില്ല. വെള്ളത്തിൽ തൊട്ട് നോക്കുക വെള്ളം എത്രത്തോളം കയറിയിട്ട് എന്ന് വെച്ചിട്ട് കാല് നിലത്ത് മുട്ടുമോ അത് മുങ്ങിപ്പോവെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൾക്ക് നീന്താനൊക്കെ അറിയാട്ടോ, നല്ലോണം നീന്തുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള മടി കൊണ്ടാന്ന് തോന്നുന്നു അവൾ ഇറങ്ങാൻ നോക്കണില്ല. ഇവിടെ ഇങ്ങനെയില്ലായിരുന്നു. ആ സൈഡൊക്കെ നല്ല മരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജൂണിലൊരു മഴ പെയ്തില്ലേ, ആ മഴയിൽ വെള്ളം നല്ലോണം പൊന്തിയായിരുന്നു. അപ്പോൾ അവിടെ മരങ്ങളൊക്കെ വന്ന് തടഞ്ഞു നിൽക്കണത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല, നല്ല വൃത്തിയുള്ള പുഴയായിരുന്നു. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയും പിന്നെ പിള്ളേർ വെള്ളത്തിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പിടിക്കുന്നത് ശരിയാവണമെന്നില്ല കേട്ടോ. ഇതാണ് വെള്ളം. ഇത്രയും വെള്ളമായി ആ അത്രയും നേരം കൊണ്ട്. വെള്ളം നല്ലോണം കണ്ടില്ലേ, നല്ലോണം കൂടുന്നുണ്ട്. ഇത് പുഴയിലേക്ക് ഇറങ്ങി വരണ സ്റ്റെപ്പുകളാട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ആ സ്റ്റെപ്പുമ്മ കയറിയിരുന്നു. അവളെ വിളിച്ചിട്ട് കാണാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വെള്ളത്തിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ആ സ്റ്റെപ്പുമ്മ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വിളിക്കണ്ട, അവൾ വരണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വരുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട, തേങ്ങ പണണ്ട ഇതേമാതിരി ഇഷ്ടംപോലെ തേങ്ങ വെള്ളത്തിൽ കൂടെ ഒഴുകി വരും. പിടിക്കാൻ പറ്റുന്നവർക്ക് പിടിക്കാം. ഇതിപ്പോൾ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല. പിടിക്കാറിങ്ങനെ നനയും. അപ്പോൾ പിന്നെ ഞാൻ പിടിച്ചില്ല. കണ്ട, അവൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കണേ, ഇതിൽ ഇറങ്ങി വരാനൊന്നും അവൾ നോക്കണില്ല. കണ്ട, അത് കഴിഞ്ഞിട്ട് അനുമോൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അവളെ. അനുമോൾ പറഞ്ഞ് ഞാൻ പോയി കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവളതിനെ പിടിച്ച് വലിച്ചു നോക്കണ്ട. അപ്പോൾ വിളിച്ചിട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേനും തുണിയൊക്കെ ബക്കറ്റിലേക്ക് ആക്കിയിട്ട് ഞാൻ അവളെ പോയി എടുത്തിട്ട് വന്നു. അപ്പോഴത്തേനും പിള്ളേർ പോയി തോർത്തൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതേ മീൻ പിടിക്കുക. അപ്പോൾ അവർ അക്കുവും നോബിളും വെള്ളത്തിൻ്റെ നടുക്ക് നിൽക്കണ കാണുമ്പോൾ അവൾക്ക് അപ്പോൾ പോയി അവരെ കൊണ്ടുവരണം. അതിനാണ് ഈ കാണിക്കുന്ന കാട്ടായം. അത് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് എൻ്റെ ഡ്രസ്സുമ്മ പിടിച്ച് വലിക്കണൊക്കെ ഉണ്ട്. അവൾ കൊണ്ടുപോയോ എന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവൾ എന്തായാലും ആംഗ്യം കാട്ടുന്നത് കൊണ്ടുവരാൻ തന്നെയാണെന്ന് വിചാരിക്കണം ഞാൻ. അങ്ങനെ അവൾ എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഡ്രസ്സുമ്മ പിടിച്ച് വലിക്കും. പിന്നെയും ഇറങ്ങിപ്പോവും. പിന്നെയും കയറി വരും. അങ്ങനെ ഒരു കുറേ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അനുവും കുഞ്ഞിനും കയറി. അവർ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇറങ്ങണം. അപ്പോൾ അവർ തുണിയൊക്കെ പിടിച്ചിട്ട് മീൻ പിടിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അക്കൂനാണെങ്കിൽ കയറാൻ ഒട്ടും ഇഷ്ടമല്ലേ വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അതേ അവൻ ഇങ്ങനെ വെള്ളത്തിൽ നീന്തൽ അറിയാമെന്നും പറഞ്ഞിട്ട് വെള്ളത്തിൽ കിടക്കുക കേട്ടോ. അപ്പോഴത്തേനും നനച്ചിലൊക്കെ നനഞ്ഞു. അങ്ങനെ അവൾ പിന്നെയും ഇപ്പുറത്തെ കരയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണു, അവളെ പിടിച്ചിട്ട് വലിക്കാൻ നോക്കണ്ട. അപ്പോൾ അവൾ ഓടിപ്പോവുക. അവൻ ഇവിടെ കയറാനാണ് പറയണേ. കണ്ട, അവൻ എന്തെങ്കിലും മുങ്ങിപ്പോകുമ്പോൾ അവൾ കയറാൻ പറയുന്നുണ്ട്. അവളെ വലിച്ച് ചടിച്ചു വിട്ടവൻ. അപ്പോൾ പിന്നെ അവൾ നീന്തുന്നുണ്ട്, നല്ലോണം നീന്തോള്. അവൾക്ക് മടിയാണ്. അപ്പോൾ അവിടെ കയറാൻ നോക്കി കയറാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കയറിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറേ പ്രാവശ്യം വെള്ളത്തിലേക്ക് വലിച്ചിടും. പിന്നെയും അവൾ കയറും, പിന്നെയും വലിച്ചിടും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് അവർ വലിച്ചിടുക കേട്ടോ. അവളെ നീന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളെ നീന്തിക്കാനായിട്ട് അവളെ കഴുത്തെ പിടിച്ചിട്ടൊക്കെ പിടിക്കുന്നുണ്ട്, അവൾ കയറി പോവാതിരിക്കാം. അപ്പോൾ ഞാനും അവളോട് കയറി വായോ എന്ന് പറഞ്ഞു. ആ കയറി വായോ എന്ന് പറയണ നേരം കൊണ്ട് ആ ഒഴുക്കിലേക്ക് അവൾ പോയി. അപ്പോൾ പിന്നെ അക്കു അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ കരച്ചിലായി അക്കു. അപ്പോൾ നോബിൾ പറയണ്ട, എന്നാൽ നീ വാടാന്ന് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിക്കണ്ട, മിക്കീനെ പിടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്നിട്ട് കരച്ചിലാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കണ്ട അവൾ നല്ലോണം നീന്തുമൊക്കെ ഒഴുക്കിന്
അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇറങ്ങിയിട്ട് അവളെ കയറ്റിയത്. കാരണം അത് അവിടെ ഒഴുക്കാണ്, ഒഴുക്കിനകത്ത് അവൾക്ക് എന്തെങ്കിലും കയറി വരൽ നടക്കില്ല. പിന്നെ അത് അക്കുതേ കയറ്റി വരുന്നുണ്ട്.